ചിക്കൻ കറി വെച്ചാൽ അതിൽ ബോൺലെസ് പീസസ് മാത്രം ബാക്കി വരാറുണ്ടോ? എന്നാൽ ഇനി മുതൽ ബാക്കി വന്ന ബോൺലെസ് പീസസ് കളയൊന്നും വേണ്ട. അതുകൊണ്ട് നമുക്ക് ഭയങ്കര സിമ്പിളും അടിപൊളി ടേസ്റ്റിലും ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാം. ദാ ഇതേപോലെ. സോ ഗൈസ്, ദിസ് ഈസ് ANJ Cravings ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഡിഷിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമ്മുടെ ചിക്കൻ പീസസ് ഒന്ന് കഴുകി ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്നത് കറി വെച്ചതിൽ ബാക്കി വന്ന ബോൺലെസ് പീസസ് ആണെങ്കിൽ മാത്രം കഴുകി കൊടുത്താൽ മതി. ഇനി അതല്ലെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ചിക്കൻ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറി വെച്ചതിൽ ബാക്കി വന്ന പീസസ് ആയതുകൊണ്ട് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി. ഞാനിവിടെ അതിൻ്റെ സോസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ടൊമാറ്റോ സോസ്, സോയ് സോസ് ആൻഡ് റെഡ് ചില്ലി സോസ് നമ്മൾ എടുക്കുന്നുണ്ട്. സോസുകളില്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാവുന്നതാണ്. പകരം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. അടുപ്പിലൊരു പാൻ വെച്ച് നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്കിതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച സവോള ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ സവോളയൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സോസാണ് ആഡ് ചെയ്യുന്നത്. പേസ്റ്റ് ഇല്ലെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്താലും മതി. നമ്മുടെ സവോളയൊക്കെ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഞാനൊരല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി വേണമെങ്കിൽ നമുക്ക് പിന്നീട് നോക്കിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് കറിവേപ്പിലയും അരിഞ്ഞു വെച്ച പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് രണ്ടും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമുളക് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി. കാരണം നമ്മളിതിൽ ഓൾറെഡി പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ റെഡ് ചില്ലി സോസും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കളറിന് ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി. ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയം ഓയിൽ കുറവാണെന്നും തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പൊടികളെല്ലാം നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് റെഡ് ചില്ലി സോസ് ആഡ് ചെയ്യുന്നുണ്ട്. റെഡ് ചില്ലി സോസ് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് സോയ് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. സോയ് സോസ് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. സോസുകളില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കി പകരം അതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് നല്ലപോലെ ഒന്ന് തക്കാളി വഴറ്റിയെടുക്കാവുന്നതാണ്. ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ ക്രഷ് ചെയ്തപ്പോൾ നല്ലപോലെ ഒന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ ക്രഷ് ചെയ്യുമ്പോൾ ഇത്രയും നൈസായിട്ട് ക്രഷ് ചെയ്യണമെന്നില്ല. ചെറിയ പീസുകൾ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചിക്കൻ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും നമ്മുടെ മസാലയൊക്കെ പിടിച്ച് ചിക്കനിൽ ഉള്ള ചെറിയ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി ഇതൊന്ന് മുരിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബോൺലെസ് പീസസ് വേസ്റ്റ് ചെയ്ത് കളയണ്ട. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളുമാണ്. ട്രസ്റ്റ് മീ ഗൈസ്, യു വിൽ ഡെഫിനറ്റ്ലി ലവ് ദിസ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. സോ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിനായി ഡു ഫോളോ ANJ Cravings. അപ്പോൾ ശരി എന്നാൽ ബൈ.